കർണാടകത്തിലെ ധർമ്മസ്ഥല ടൗൺ. ജൈനക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ. അവിടെ ശ്രീധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ 2ാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിരുന്നു സൗജന്യ. ഒരു മിടുക്കിയായ പെൺകുട്ടി. 2012 ഒക്ടോബർ 9 അവൾ ധർമ്മസ്ഥലയ്ക്കടുത്തുള്ള ഉജിരയിലെ തന്റെ കോളേജിൽ നിന്നിറങ്ങിയതിനു ശേഷം അപ്രത്യക്ഷമായി. അടുത്ത ദിവസം രാവിലെ അവളുടെ മൃതദേഹം നേത്രാവതി പുഴക്കരികിലുള്ള ഒരു കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര യോഗ ആൻഡ് നാച്ചർ ക്യൂർ ആശുപത്രിക്കടുത്തുള്ള വഴിയോട് ചേർന്നായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയ കാട്. അതിക്രൂരമായ നിലയിലാണ് സൗജന്യ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. അവളുടെ തന്നെ ഷാൾ ഉപയോഗിച്ച് കൈകൾ ഒരു മരത്തോട് ചേർത്ത് കെട്ടിയിരുന്നു. വസ്ത്രങ്ങളെല്ലാം കീറി ശരീരത്തിലെമ്പാടും പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്ന ഒരു ക്രൂരതയാണ് പുറത്തു കൊണ്ടുവന്നത്. അതിക്രൂരമായ രീതിയിൽ പീഡനത്തിനിരയായെന്നും ശരീരത്തിലെമ്പാടും കടിയേറ്റിരുന്നതായും മുറിവുകൾ ഉണ്ടായിരുന്നതായും ഒക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. സ്വകാര്യ ഭാഗത്ത് മണ്ണ് നിറച്ചിരുന്നു. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. ഇത്രയും കടുത്ത ഒരു കുറ്റകൃത്യമായിരുന്നിട്ടും അന്വേഷണം പാളിച്ചകൾ നിറഞ്ഞതായിരുന്നു. ഇപ്പോഴും അത് എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ സൗജന്യ കേസ് ഇപ്പോൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. ധർമ്മസ്ഥലയിലെ ഒരു മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സൗജന്യ കേസും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ സംവിധാനത്തിലെ മുൻ ജീവനക്കാരൻ, അതായത് ഒരു ദളിത് ശുചീകരണ തൊഴിലാളി, 1998 മുതൽ 2014 വരെയുള്ള ഒരു ദശാബ്ദ കാലത്ത് നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിച്ചതായാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇത് സംബന്ധിച്ച വാർത്തകൾ നിങ്ങൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടു കാണും. ഇതോടെയാണ് ഈ 2012 നടന്ന സൗജന്യയുടെ കൊലപാതകം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അദ്ദേഹം സൂചിപ്പിച്ച മൃതദേഹങ്ങൾക്ക് സമാനമായ നിലയിലാണ് സൗജന്യയുടെ മൃതദേഹവും കണ്ടുകിട്ടിയത്. അതിനാൽ തന്നെ വെളിപ്പെടുത്തലുകളിൽ നടക്കുന്ന പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ പോകുകയാണെങ്കിൽ സൗജന്യക്കും നീതി കിട്ടിയേക്കും എന്ന പ്രതീക്ഷയിലാണ് അവരുടെ കുടുംബവും അതുപോലെ അവിടെയുള്ള അവരുടെ വേണ്ടപ്പെട്ടവരും. സൗജന്യയുടെ കൊലപാതക കേസിൽ, അതായത് അതിന്റെ അന്വേഷണത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാം. കുട്ടിയെ കാണാതായതോടെ അവരുടെ മാതാപിതാക്കളായ കുസുമാവതിയും ചന്തപ്പഗൌഡയും ബെൽത്തങ്ങാടി പോലീസിൽ പോയി പരാതി നൽകിയിരുന്നു. ഇത്രയധികം വിശ്വാസികളൊക്കെ വന്നു പോകുന്ന ധർമ്മസ്ഥല പോലെയുള്ള ഒരു സ്ഥലത്ത്, ഒരു ടൗൺഷിപ്പിൽ ആ സമയത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലായിരുന്നു എന്ന് കൂടി ശ്രദ്ധിക്കുക. ഈ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ 12 കിലോമീറ്റർ അപ്പുറത്താണ്. പിന്നീടാണ് ധർമ്മസ്ഥലയിൽ പോലീസ് ഔട്ട് പോസ്റ്റും അതുപോലെ പോലീസ് സ്റ്റേഷനും ഒക്കെ വരുന്നത്. എന്തായാലും സൗജന്യ കേസിലേക്ക് തന്നെ വരാം. ധർമ്മസ്ഥല പോലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ടതായി കണ്ടെത്തിയതോടെ പ്രദേശവാസികളിൽ നിന്നും വലിയ ഒരു രോഷം തന്നെ ഉയർന്നു. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണം, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു തുടക്ക സമയത്ത് ആദ്യ സെക്കൻഡ് മുതൽ തന്നെ പൂർണ്ണമായും അലംഭാവവും പരാജയവുമായിരുന്നു. തെളിവ് ശേഖരണത്തിന്റെ ഒരു ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സമയം പോലീസ് പൂർണ്ണമായും പാഴാക്കി. ഒട്ടും സമയം വൈകിക്കാതെ ശേഖരിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ട DNA തെളിവുകൾ, അത്തരത്തിലുള്ള DNA സാമ്പിളുകളൊക്കെ യഥാർത്ഥത്തിൽ പോലീസ് നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഭാസ്കർ റായ് പിന്നീട് കോടതിയിൽ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തിയതിന് സമീപമുള്ള മെയിൻ റോഡിൽ തന്നെ ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. അത് ഈ ക്ഷേത്ര ട്രസ്റ്റിന് തന്നെ ഉടമസ്ഥതയിലുള്ളത്. അവിടെ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു CCTV ക്യാമറയും ഉണ്ടായിരുന്നു. അതിലെ ദൃശ്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ കുറ്റവാളിയിലേക്ക് എളുപ്പത്തിൽ എത്താമെന്നിരിക്കെ പോലീസ് ഒന്നും തന്നെ ചെയ്തില്ല. മൊബൈൽ ടവർ ഡാറ്റ ശേഖരിച്ചെങ്കിലും അത് തുടരന്വേഷണത്തിനായി അവലോകനം ചെയ്യുകയോ കൈമാറുകയോ ചെയ്യുകയുണ്ടായില്ല. പോസ്റ്റ്മോർട്ടം നിർവഹിച്ച ഡോക്ടർ ഈ കേസ് തന്നെ ഇല്ലാതാക്കിയെന്നാണ് പിന്നീട് കോടതി വിമർശിച്ചത്. കർക്കളയിലെ ഒരു ഹോട്ടൽ തൊഴിലാളിയും കുറച്ച് മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്നതുമായ ഒരു യുവാവ് സന്തോഷ് റാവു,
ആ ചെറുപ്പക്കാരനെ ഒരു കൂട്ടം ആളുകൾ ഈ ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ പിടികൂടി മർദ്ദിക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും. സ്ഥിരമായി ക്ഷേത്രങ്ങളിലൊക്കെ അലഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഈ സന്തോഷ്. ഇദ്ദേഹം അവിടെ ക്ഷേത്ര ദർശനത്തിന് എത്തിയതാണെന്നാണ് പറയുന്നത്. എന്തായാലും സന്തോഷിനെ പോലീസ് സൗജന്യ കേസിലെ ഏക പ്രതിയാക്കിക്കൊണ്ട് കേസ് ക്ലോസ് ചെയ്തു. ഈ സന്തോഷിന്റെ ശരീരത്തിൽ ചില മുറിവുകളൊക്കെ ഉണ്ട് എന്നും ചില വസ്ത്രങ്ങളൊക്കെ തെളിവാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മുറിവുകളൊക്കെ കൃത്യത്തിന്റെ പറ്റിയതാണെന്നൊക്കെ ആയിരുന്നു പോലീസ് മുന്നോട്ട് വെച്ച തെളിവുകൾ. അതുകൊണ്ടാണ് ഇയാളെ പ്രതിയാക്കി. എന്നാൽ പിന്നീട് 2023 ജൂൺ 16 സന്തോഷിനെ CBI കോടതി വെറുതെ വിട്ടു. കൊലപാതക സമയത്ത് സന്തോഷ് ധർമ്മസ്ഥലയിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം അദ്ദേഹം യാത്ര ചെയ്തിരുന്ന ബസ് ടിക്കറ്റിലൂടെ തെളിയിച്ചു. കൂടാതെ സന്തോഷിനെതിരെ പോലീസിന് ഒരു സയന്റിഫിക് എവിഡൻസ് പോലും മുന്നോട്ട് വെക്കാൻ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. സൗജന്യ കേസ് 2013 കർണാടക CIDയിലേക്കും പിന്നീട് CBIയിലേക്കും ഒക്കെ അന്വേഷണം വിട്ടെങ്കിലും ഒന്നും സംഭവിച്ചില്ല. CIDക്കോ CBIക്കോ ഇത് അന്വേഷിക്കണമെങ്കിൽ തന്നെ ലോക്കൽ പോലീസ് ഒരു തെളിവ് പോലും ബാക്കി വച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേസ് അട്ടിമറിച്ച ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി പോലും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, അന്നത്തെ ഇൻസ്പെക്ടർക്ക് DYSP ഒക്കെ പ്രൊമോഷൻ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷിനെ ഒരു പ്രതിയായി ചൂണ്ടിക്കാട്ടിയതാണെന്നും യഥാർത്ഥ കുറ്റവാളികൾക്ക് പിന്നിൽ വലിയ സ്വാധീനമുള്ളവർ ഉണ്ടെന്നും സൗജന്യയുടെ കുടുംബം തുടക്കം മുതലേ തന്നെ ഉയർത്തിയിരുന്ന ഒരു ആരോപണമായിരുന്നു. ഇത് ശരിവെക്കുന്ന നിലയിലേക്കാണ് പിന്നീട് സന്തോഷിനെ വെറുതെ വിടുന്ന സാഹചര്യം പോലും ഉണ്ടായത്. ഇപ്പോൾ ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വലിയ പാന്തോറ ബോക്സ് തുറന്നതുപോലെ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1995 മുതൽ 2014 വരെ ക്ഷേത്രത്തിന് കീഴിൽ ജോലി ചെയ്തിരുന്ന ഈ ദളിത് ശുചീകരണ തൊഴിലാളി ഇക്കഴിഞ്ഞ ജൂലൈ 4 ധർമ്മസ്ഥല പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലുള്ള നിരവധി പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ, അടക്കം ചെയ്യാൻ നിർബന്ധിതനായി എന്നാണ് ഇത് പറയുന്നത്. ലൈംഗിക പീഡനത്തിന്റെ അടയാളങ്ങളോടെ കൊല്ലപ്പെട്ട യുവതികൾ, പെൺകുട്ടികൾ, എന്തിന് ചില ഭിക്ഷാടകർ വരെ ഇയാൾ അടക്കം ചെയ്ത മൃതദേഹങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം സ്കൂൾ യൂണിഫോമിലായിരുന്നുവെന്നും സ്കൂൾ ബാഗ് ഉൾപ്പെടെയാണ് സംസ്കരിച്ചതെന്നും ഇയാളുടെ വെളിപ്പെടുത്തലിൽ പറയുന്നു. ചില കൊലപാതകങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവെന്നും ഇദ്ദേഹം ഇപ്പോൾ ഈ പോലീസിൽ പരാതിപ്പെടാൻ ശ്രമിച്ചപ്പോൾ, ഇപ്പോഴല്ല നേരത്തെ പരാതിപ്പെടാൻ ശ്രമിച്ചപ്പോൾ മർദ്ദിക്കപ്പെട്ടതായും കുടുംബത്തിനെതിരെ പോലും കടുത്ത ഭീഷണി ഉയർന്നതായും ഇയാൾ പറയുന്നു. പിന്നീട് ഒരു കുടുംബാംഗം തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടായതോടെ 2014 ഭയം കൊണ്ട് നാട് വിട്ട്, സംസ്ഥാനം തന്നെ വിട്ട് ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. പിന്നീട് കുറ്റബോധം കൊണ്ട് വീണ്ടും പുറത്തു വന്ന ഇയാൾ ചില മൃതദേഹങ്ങളുടെ ചിത്രങ്ങളടക്കം, അതായത് വളരെ സോളിഡായ തെളിവുകളടക്കമാണ് ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സംരക്ഷണം കിട്ടുമെങ്കിൽ ശവങ്ങൾ ഡിസ്പോസ് ചെയ്ത സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്നും അതുപോലെ ഇതിന്റെ പിന്നിലുള്ള ആളുകളെ കുറിച്ച് വളരെ വ്യക്തമായ വിവരം, പേരുകൾ ഉൾപ്പെടെ പറയാമെന്നും ഇയാൾ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുകയാണ്. ദക്ഷിണ കന്നഡ SP ഡോക്ടർ അരുൺ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വെളിപ്പെടുത്തലുകൾ സൗജന്യ കേസുമായി ബന്ധമുള്ള ഒരുപാട് സൂചനകൾ നൽകുന്നുവെന്ന് വലിയൊരു വിഭാഗം ആളുകൾ, അതായത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ, ചർച്ചകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. 2000 മുതൽ 2012 വരെ ബെൽത്തങ്ങാടി താലൂക്കിൽ 460 ദുരൂഹ മരണങ്ങളോ മാൻമിസിംഗോ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ ഒന്നുപോലും ശരിയായി അന്വേഷിച്ചിട്ടില്ലെന്നുമൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ കാണുന്ന ലൈംഗിക പീഡനത്തിന്റെ എല്ലാ സൂചനകളും ഉൾക്കൊള്ളുന്ന നിലയിലാണ് സൗജന്യയുടെ ബോഡി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂചനകൾ സൗജന്യയുടെ കൊലപാതകവുമായി 100% മാച്ച് ആവുന്നതാണ്. 2012 ഡൽഹി നിർഭയ കേസും 2024 കൊൽക്കത്ത ഡോക്ടർ പീഡനവും ഒക്കെ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ സൗജന്യയുടെ കേസിൽ അത് ക്രൂരമായ ലൈംഗിക കുറ്റകൃത്യവും കൊലപാതകവുമായിട്ടുകൂടി ചില പ്രാദേശിക പ്രതിഷേധങ്ങൾക്കപ്പുറത്തേക്ക് ആരും പ്രതികരിച്ചില്ല. നിലവിലെ വെളിപ്പെടുത്തലിൽ പോലും ഒരു വലിയ പ്രതികരണങ്ങളോ ഒരു പ്രൊട്ടസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു പ്രാദേശികമായ സംഭവമോ അതല്ലെങ്കിൽ ഒരു കെട്ടുകഥയോ അല്ല. ഇന്ത്യയിലെ സ്ത്രീകളുടെയും
പ്രത്യേകിച്ച് പിന്നോക്ക സമുദായങ്ങളുടെയും ഒക്കെ മേൽ നടക്കുന്ന അതിക്രമങ്ങളുടെ പ്രതിഫലനമാണ് ഈ ധർമ്മസ്ഥലയിൽ ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥലയുടെ സത്യം എന്താണ് എന്നുള്ള അന്വേഷണം അതുകൂടിയാണ്. ആധുനിക ജനാധിപത്യ യുഗത്തിൽ പോലും അധികാരം എങ്ങനെയാണ് ദുർബലരെ നിശബ്ദരാക്കുന്നത് എന്നതിനപ്പുറത്ത് ഒരു ദളിത് തൊഴിലാളിയുടെ ശബ്ദം അതിനെ എങ്ങനെ തകർക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി ധർമ്മസ്ഥല മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.